വാർത്തകളിലേക്ക്. താരസംഘടന അമ്മയിൽ രജിസ്ട്രാർ ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, പൊന്നമ്മ ബാബു എന്നിവർ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്ക് കത്ത് നൽകി. സംഘടനയുടെ രേഖകളും സാമ്പത്തിക നിയന്ത്രണവും അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറണമെന്നാണ് ആവശ്യം. 6 കോടിയിലധികം വരുന്ന ബാങ്ക് നിക്ഷേപത്തിൽ ആശങ്കയുണ്ടെന്നും വ്യാജമായി തയ്യാറാക്കിയ മിനിറ്റ്സിൽ അന്വേഷണം വേണമെന്നും താരങ്ങൾ ആവശ്യപ്പെടുന്നു. കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനോന്റെ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് താരങ്ങളുടെ നിർണായക നീക്കം. അതേസമയം നടി ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അൻസിബ നൽകിയ സ്വകാര്യ ന്യായത്തിൽ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. എസ് ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അൻസിബ ഹസൻ അടക്കമുള്ളവരുടെ പുതിയ ആവശ്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്? ഒപ്പം ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമല്ലേ? കീർത്തന, അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ താരസംഘടനയായ അമ്മയിലെ തുറന്ന പോര് അതിന് ഒരു ശമനവുമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായി വന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവിടെ അൻസിബ ഹസൻ, മാല പാർവതി അടക്കമുള്ളവർ ചേർന്നാണ് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. രജിസ്ട്രാർ ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിലെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്, നേരത്തെ ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ച് ഒഴിയുകയാണെന്ന് പറഞ്ഞാണ് അവർ പോരുന്നത്. അതിനുശേഷം തിരികെ വരുന്നത് ബൈലോയ്ക്ക് എതിരാണെന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക തിരിമറിക്കുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ചെക്ക് ബുക്ക് അടക്കമുള്ള രേഖകൾ അവരുടെ പക്കലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക തിരിമറിക്കുള്ള സാധ്യതയുണ്ട്. 6 കോടിയിലധികം നിക്ഷേപമുള്ള സംഘടനയാണ് അമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സാമ്പത്തിക തിരിമറിക്ക് ഉള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് തങ്ങൾ ഇത്തരത്തിലൊരു കത്ത് നൽകുന്നതെന്നുള്ളതാണ് അൻസിബ അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻസിബ ഹസൻ പാലാരിവട്ട പോലീസിന് പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ തുടക്കത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് പോലീസ് സ്വീകരിച്ച നിലപാട് ഇത് അപകീർത്തികരമായിട്ടുള്ള കേസായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അൻസിബ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നത്. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ റിപ്പോർട്ട് തേടിയപ്പോൾ പോലീസ് സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതി അറിയിക്കുകയും ചെയ്തത്. അതിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ശ്വേതാ മേനോൻ നേരത്തെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജി, ആ ഹർജിയിലും ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം അൻസിബ ഈ ഹർജിയെ എതിർത്തുകൊണ്ട് കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. ആ കക്ഷി ചേരുന്നത് സംബന്ധിച്ചുള്ള വാദവും ഇന്ന് കോടതിയിൽ നടക്കും. ശരി, എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.